ഗൈസ് അപ്പൊ നമ്മുടെ ഫ്രണ്ടിന്റെ പോരേക്കൂടുണ്ട് നമ്മൾ അതിനായിട്ട് പോവാണ് കേട്ടോ. ടീമിന് രണ്ടാലും പിടിച്ച് നമ്മള് വണ്ടി കണ്ടിട്ട് മെയിൻ ആയിട്ട് വണ്ടി കയറിയപ്പോ വലിയ ടോപ്പ് പിന്നെ ചക്ക വെട്ടിട്ടൊക്കെ കിടക്കണേ. അങ്ങനെ ഓ മാത്രം സുഖമായിട്ട് കിടന്ന് തുറക്കണേ. നമ്മൾ രണ്ടാളെടുത്താണ് വെറുപ്പിച്ച് അവസാനം മച്ചാനോണായി. അങ്ങനെ നമ്മള് പിന്നെ റാഷിന്റെ പൊരേന്റെ അടുക്കാണ്ടെത്തി. വണ്ടി പാർക്ക് ചെയ്ത് തരുമ്പോഴേ നമ്മളെ ബാക്കിയുടെ ടീം എല്ലാവരും അടുത്തെത്തി. ഷിനാദിന്റെ മുടി കെട്ടാൻ പോയത് ഒരു ഭാഗ്യം എടുത്ത്. അയാൾ പറയുന്നത് കച്ചാച്ച പറഞ്ഞപ്പോ അവസാനം അവന്റെ മുടി ചേനത്തിവലാക്കി. ഞാനും ശാലുപിന്റെ മുന്നേ പോയിട്ടാണ് പൊരേക്കൂടിന്റെ അടുക്കാണ്ട് കയറി. ഏതപ്പോ നജായിട്ടൊക്കെ ചെയ്യണം അന്നെ കാണാനല്ലോ അന്ന് മാറിക്കാണ്. റാനിഷാണെ ഫുള്ള് ബിസി. പൊരേക്കൂടിലെ കാര്യം ചെക്കൻ ഫുള്ള് ഹാപ്പിയാണ്. അതിന്റെ ഷാലു ഓസിന് എന്ത് സാധനം കിട്ടിയാൽ കുടിച്ചാണ് തീർക്കും. എത്രാമത്തെ ക്ലാസ്സായി കുടിക്കണോ. നമ്മളൊക്കെ പൊര കാണാൻ കയറിയ പീറ്റകൾ മൂന്നാളും വേറെന്തൊക്കെ തപ്പി അടക്കാൻ കേട്ടോ. ഓരൊക്കെ കണ്ട് നമ്മൾ അവസാനം ഫുഡ് കാണാണ്ട് പോയി. എല്ലാരും ഫുഡ് ടേബിളിൽ വെച്ചിരുന്നു. അപ്പെണ്ണോ കൈ പിടിച്ചിരുന്നു. ചോദിച്ചപ്പോ പറയാ ആരെ എടുത്തുണ്ടായാലോ തിന്നാൻ വേണ്ടി ജനിച്ചൊരു സാധനം. നിങ്ങൾ ഈ കാണുന്ന പോസിറ്റ് വെക്കുന്ന ചെക്കനെ കണ്ടു. നിങ്ങൾ ഏതാ ചെക്കൻ കിട്ടില്ല ചെക്കൻ. ഓ എന്താ പോലെ നാണോ. അവിടുന്ന് പിന്നെ നമ്മളവിടെ കുറച്ച് പരിപാടിയും കണ്ട് പോരെയും കണ്ട് നമ്മൾ പുറത്തേക്ക് കണ്ടത്. നടന്നു പോകുമ്പോൾ എന്റെ ബാക്കിൽ എഴുതിയാൽ ശ്രദ്ധിച്ചേ മാനേഴ്സ് ഓഫ് ലിവിംഗ്. അപ്പൊ ഞാൻ ചോദിച്ചോണ്ട് ആ എന്താ അങ്ങനെ എഴുതിയാൽ ആൾക്കാർ ചോദിച്ചോട്ടെ എനിക്ക് മാനേഴ്സ് ഉണ്ട്. ഓന്റെ ബുദ്ധി വാണം തന്നെ. അങ്ങനെ നമ്മൾ ചെക്കന്മാരത്തൊക്കെ പോയാൽ നമ്മൾ അടുത്ത പരിപാടി പിടിച്ചിട്ടോ. ഗൈസ് അപ്പൊ നമ്മള് പരിപാടി കഴിഞ്ഞ് നമ്മളെ നേരെ കോഴിക്കോട് അടിക്കും. കാർ കയറിയ പോലെ ഉണ്ടായിരുന്നു ഒരേ സൊള്ളലിയ. എന്താ പിന്നെ മാത്രം പറയാൻ പോനിക്കുള്ളത്. അങ്ങനെ നമ്മള് കോഴിക്കോട് എത്തിയ അവിടെ ഈറ്റ് ചെയ്ത ഒരു ലോഡർ ഫേസ് ആണ് പറഞ്ഞു. ഞാനും ഡാനിയാണ് ഒരു ലോഡർ ഫേസ് തിന്നാൻ കഴിയാറ്റ്. ഇവനാണ് ഒരു ഫുള്ള് ലോഡർ ഫേസ് ഒറ്റക്ക് തിന്നത്. അത് മാത്രമല്ല നമുക്ക് പോകുമ്പോൾ വണ്ടി നിന്നാ പാർസലും വാങ്ങി. ഇതൊക്കെ എവിടേക്കാ പോണ റബ്ബേ. പോകുമ്പോൾ ഞാൻ നോക്കുമ്പോ പാപ്പായിട്ട് വാങ്ങിയ പാർസൽ ബാക്കിൽ വെച്ചിട്ട് തിന്നാൻ കഴിയായിട്ട് ഊക്ക് അങ്ങനെ ആയിട്ട് പിന്നെ അടുത്തടുത്ത് തിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വയറുവേനാണ് ഒച്ചപ്പാടുണ്ടാക്കണ അടുത്ത്. അപ്പൊ നമ്മള് നേരെ പൊരേക്കാണ്ട് വിട്ടു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ.